കനലണയാതെ മണിപ്പൂർ. സംഘർഷം ആരംഭിച്ചെന്ന് 2 കൊല്ലം തികയാണ്. രാജ്യം കണ്ടതിൽ വെച്ച് ഏറ്റവും ക്രൂരമായ വംശീയ കലാപങ്ങളിൽ ഒന്നായിരുന്നു മണിപ്പൂരിൽ നടന്നത്. നിർണായക നീക്കങ്ങൾക്കൊടുവിൽ മുഖ്യമന്ത്രി എൻ ബീരൻ സിംഗിൻ്റെ രാജിയുണ്ടായി. പിന്നാലെ രാഷ്ട്രപതി ഭരണവും ഏർപ്പെടുത്തി. മണിപ്പൂരിൽ പക്ഷേ ഇനിയും സമാധാനം പൂർണ്ണമായും പുനഃസ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഈ ബങ്കറുകൾ കേന്ദ്രീകരിച്ചൊക്കെയാണ് അടുത്തിടെ ഏറ്റവും വലിയ ആക്രമണങ്ങൾ നടന്നത്. സ്ത്രീകളും കുഞ്ഞുങ്ങളും ഉൾപ്പെടെ ആക്രമണത്തിന് ഇരയാകുന്നു. Modi, what they are thinking, I don't know, but they are directly they are responsible. കാങ്ചുക് മേഖലയിൽ ഇപ്പോഴും ഈ കുക്കി ഒപ്പം തന്നെ മെയ്തേ വിഭാഗങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടൽ തുടരുകയാണ്. We want peace now in Manipur. We want peace. 2023 മെയ് 3 മണിപ്പൂരിൽ ഓൾ ട്രൈബൽ സ്റ്റുഡൻസ് യൂണിയൻ ഓഫ് മണിപ്പൂർ മാർച്ച് നടത്തുന്നു. മെയ്തേ വിഭാഗത്തിന് പട്ടികവർഗ പദവി നൽകാൻ കേന്ദ്രത്തോട് നിർദ്ദേശിക്കണമെന്ന സംസ്ഥാന സർക്കാരിനോടുള്ള മണിപ്പൂർ ഹൈക്കോടതി ഉത്തരവിനെതിരെയായിരുന്നു മാർച്ച്. പിന്നാലെ മെയ്തേ കുക്കി വിഭാഗങ്ങൾ പരസ്പരം ഏറ്റുമുട്ടി. വംശീയ കലാപത്തിന്റെ കാട്ടുതീ മണിപ്പൂരിലാകെ പടർന്നു പിടിച്ചു. തലസ്ഥാനമായ ഇംഫാലിലുൾപ്പെടെ കലാപമാളി. മുഖ്യമന്ത്രിയുടേതടക്കം വീടുകൾ അഗ്നിക്കിരയായി. വാഹനങ്ങൾ കത്തിച്ചു. ഇരുവിഭാഗങ്ങളിലെയും നേതാക്കൾ ഒളിത്താവളത്തിലിരുന്ന് കലാപത്തിനു നേതൃത്വം നൽകി. When that justice is done, then we can talk about solution or peace. It's not time to talk about peace. രാജിവെക്കില്ലെന്നാവർത്തിച്ച മുഖ്യമന്ത്രി എൻ ബിരേൻ സിംഗ് കലാപം കെട്ടടങ്ങാതായതോടെ ഒടുവിൽ രാജിവെച്ചൊഴിഞ്ഞു. Nothing is related with religious. Totally what is happening is today in Manipur is because of the huge illegal influx from the neighboring country Myanmar and the step which was taken up by the state government under my leadership, war on drugs. 2024 നവംബർ 22 വരെയുള്ള കണക്കനുസരിച്ച് 258 പേർ കലാപത്തിൽ കൊല്ലപ്പെട്ടു. 60,000 പേർ പലായനം ചെയ്തു. രാഷ്ട്രപതി ഭരണം തുടരുന്ന മണിപ്പൂരിൽ ഇപ്പോഴും പൂർണ്ണമായും സമാധാനം പുനഃസ്ഥാപിക്കാനായിട്ടില്ല. കലാപത്തിന് 2 വർഷം തികയുന്ന സാഹചര്യത്തിൽ കനത്ത സുരക്ഷയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഇന്ന് വേർപിരിയൽ ദിനമായി ആചരിക്കാനാണ് കുക്കി സംഘടനകളുടെ തീരുമാനം. വിനീത VG 24 ഡൽഹി.